ഒരു ഹെയർ കെയർ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കേട്ടോ. മുടി നല്ലോണം വളരാനും കട്ടി വെക്കാനായിട്ട് ഞായറാഴ്ചകളിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അടുത്ത വീടാട്ടോ. രാവിലെ തന്നെ ഞാൻ ഇത്തിരി ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ പറിക്കാനായിട്ട് അപ്പുറത്ത് ചെന്നു. തോട്ടി വെച്ചിട്ട് ഒരു 2-3-4 തണ്ടോളം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. നിങ്ങൾക്കറിയാമല്ലോ ആര്യവേപ്പിൻ്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ. നമ്മുടെ തലയിൽ താരൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാട്ടോ ആര്യവേപ്പ്. ഞാനിവിടെ തളിരിലയല്ല, ഇത്തിരി മൂത്ത് പാകമായിട്ടുള്ള ഇല എടുക്കുന്നത്. ഇലയ്ക്കൊക്കെ നല്ല ഡാർക്ക് പച്ച കളർ വരണം, അതും അതിൻ്റെ തണ്ടും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് ഇത്തിരി മുരിങ്ങയുടെ ഇല കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു 2 തണ്ട് അതിൽ നിന്നും പറിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ മുടിയിൽ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ആളാണ്, അതുകൊണ്ട് കൈ കിട്ടുന്നതൊക്കെ ഞാൻ എടുത്തിടാറുണ്ട്. അപ്പം മുരിങ്ങയില വളരെ നല്ല കേട്ടോ നമ്മുടെ ഹെയറിന്. വരുന്ന വഴിക്ക് കറിവേപ്പില നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 തണ്ട് ഞാനിങ്ങോട്ട് പറിച്ചെടുത്തു. അത് നല്ല മൂത്ത ഇല നോക്കി എടുക്കണം. തണ്ട് ഇതിനാവശ്യമുണ്ട് കേട്ടോ. തണ്ടിലും ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള 2 ഇലകളാട്ടോ ആര്യവേപ്പിലയും കറിവേപ്പിലയും. നമ്മുടെ മുടിക്കായിക്കോട്ടെ, നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ, ഇൻറ്റേർണലി കഴിക്കാനാണെങ്കിൽ പോലും ഒരുപാട് ഗുണങ്ങൾ ഇത് നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ തലയിൽ 2 രീതിയിലുള്ള താരൻ ഉണ്ടാവാറുണ്ട്. അതായത് ഡ്രൈ ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രൈ ഡാൻഡ്രഫ് ഉണ്ടാവാറുണ്ട്. ഓയിലി ആയിട്ട് നല്ലോണം എണ്ണമയമുള്ള സ്കാൽപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പൊറ്റനൊക്കെ പൊളിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള ഡാൻഡ്രഫും കാണാറുണ്ട്. ചിലർക്ക് സ്കാൽപ്പിൽ ഭയങ്കര ചൊറിച്ചിൽ, ഇച്ചിങ്, പിന്നെ കുറച്ച് ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഈ ടൈപ്പ് ഇലകളൊക്കെ ഉപയോഗിക്കുക കേട്ടോ. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെച്ച് ഇതുപോലത്തെ ഹെയർ കെയർ ഒക്കെ ചെയ്ത് നോക്കുക. നല്ലോണം മാറ്റം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 3-4 ഹെയർ പാക്കുകളെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടവർക്ക് ഒന്ന് പോയി കണ്ടു നോക്കുക. ഈ ഇലകളെല്ലാം കൂടി വൃത്തിയാക്കി എടുക്കണം. അതിനകത്ത് ചില ടൈപ്പ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ കാണാം, ചില പുഴുക്കളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നല്ലോണം വെള്ളത്തിലിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇത് നല്ലോണം അരച്ചെടുക്കുക. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെയൊക്കെ മാറ്റാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കുറച്ച് പച്ചമഞ്ഞളും ഈ ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ അരച്ച് നമ്മുടെ ഫേസിൽ തേച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് ധാരാളം പിമ്പിൾസൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. ഇപ്പോൾ ടീനേജൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് മാറി നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് വേഗം തന്നെ കിട്ടും. ഒരു 35 എബോവ് ഒക്കെ ഉള്ളവരിലൊക്കെ ഈ കവിളിൻ്റെ 2 സൈഡിലും ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ കാണാൻ മേലെ കുറച്ച് ഡാർക്കായിട്ട് വരിക. അപ്പോൾ അതിനൊക്കെ ഇത് ഉപയോഗിക്കാം. ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ വേറെ കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തേ ഇതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടത്തുള്ളൂ. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിലോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് വരാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഇതുപോലത്തെ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ്സ് അങ്ങനെയല്ല. ഇത് നമ്മൾ റെഗുലറായിട്ട് ഒരു നിശ്ചിതമായിട്ടുള്ളൊരു ടൈം പീരീഡ് വെച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് എന്തായാലും നല്ല സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാത്ത അടിപൊളി റിസൾട്ട്സ് ഇതിൽ നിന്ന് കിട്ടും. ഈ നീം ലീവ്സ് ഉണ്ടല്ലോ, അതൊരു പിടിയോളം സെപ്പറേറ്റ് എടുക്കുക. എന്നിട്ട് വെള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ് തിളപ്പിക്കുമ്പോഴത്തേനും ഇതിൻ്റെ സത്ത് നല്ലോണം ഇറങ്ങും. എന്നിട്ടത് മൂടി വെച്ച് ആറിക്കഴിയുമ്പോൾ ആ വെള്ളം കൊണ്ട് നമ്മുടെ മുടി കഴുകുന്ന വളരെ നല്ലതാണ്. ഹെയർ നല്ലോണം വളരും, കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ കിളിർത്ത് വരും, സ്കാൽപ്പ് നല്ല ക്ലീൻ ആവും. പിന്നെ ഈ നീമിൻ്റെ കൂടെ 2 സ്പൂൺ ഉലുവ ഇട്ടും കൂടെ തിളപ്പിച്ചിട്ട് അത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ മുടിയുടെ വളർച്ചയും അതിൻ്റെ റിസൾട്ടും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഞാനിവിടെ മിക്സിയുടെ ജാറിൽ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ അറിയാമല്ലോ. ഇനി ഇത് കയ്യിലോട്ട് എടുക്കുമ്പോഴത്തേനും ഇത് ഇത്തിരി തരിപ്പ് കാണും. അതായത് ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടില്ല. ഇത് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓഫീസിൽ പോകാനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അതിൻ്റെ ബാലൻസ് പീസസ് ഒക്കെ നമ്മുടെ ഹെയറിൽ ഇങ്ങനെ തങ്ങി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുകയോ ചെയ്യുന്നത്. പിന്നെ ഉണ്ടല്ലോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കറിവേപ്പിലയുണ്ടല്ലോ അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് എണ്ണ കാച്ചി നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ കാച്ചി ഉപയോഗിക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത്, ഏത് ഹെയർ കെയർ ഒക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ നോക്കാവേ. അപ്പോൾ ഞാനിത് നല്ലോണം പിഴിഞ്ഞ് അരിച്ചെടുത്തു കേട്ടോ. അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുടി ധാരാളം കൊഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് പുതിയ കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർത്ത് വരാതിരിക്കുകയും ചെയ്യുന്നതാണ്.
മുടി ഇല്ല അല്ലെങ്കിൽ മുടിക്ക് കട്ടിയില്ല എന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണം. അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എണ്ണ വയ്ക്കുന്ന രീതിയാണ്. എണ്ണ വയ്ക്കുമ്പം ഓവറായിട്ട് എണ്ണ വെക്കരുത്. ഡ്രൈ സ്കാൽപ്പാണെങ്കിലും ഓയിലി സ്കാൽപ്പാണെങ്കിലും എണ്ണ വെക്കുന്നതിന് ഒരു മിതത്വം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഓയിൽ മാത്രം നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക. ആവശ്യമുള്ളതിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ആവശ്യമുള്ളതിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഈ ഓയിലും നമ്മുടെ പുറത്തുനിന്നുള്ള പൊടി, അഴുക്ക്, നമ്മുടെ വിയർപ്പ് ഇതെല്ലാം കൂടെ കൂടി മിക്സായിട്ട് നമ്മുടെ ഹെയറിൽ ഇത് ഡെപ്പോസിറ്റ് ആവും. ഇങ്ങനെ പല ദിവസങ്ങളാകുമ്പോൾ നമ്മുടെ ഹെയറിൽ ഒരു വല്ലാത്ത ഡാൻഡ്രഫിൻ്റെ സ്റ്റാർട്ടിങ് ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങും. പിന്നെ ഈ ഫ്ലേക്സ് പോലത്തെ ഡാൻഡ്രഫൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, അതൊക്കെ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം നമ്മുടെ എണ്ണ വയ്ക്കുന്ന രീതിയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആവശ്യമുള്ള അത്രയും ഓയിലിങ് നമ്മൾ ചെയ്യുക. രണ്ടാമത് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ളൊരു ഹെഡ് മസാജ് കൊടുക്കുക നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട്. ഞാനിപ്പോൾ ഒരു 2-3 ഡേയ്സ് കൂടുമ്പോഴൊക്കെയാണ് എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്യുന്നത്. നമ്മൾ എന്നും റെഗുലറായിട്ട് വാഷ് ചെയ്യുമ്പോൾ എൻ്റെ മുടി ധാരാളം കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2 ഡേയ്സൊക്കെ കൂടുമ്പോഴേക്ക് ആക്കി അത് ചേഞ്ച് ചെയ്തു. അപ്പോൾ എൻ്റെ ഹെയർ ഫോളിൽ വല്ലാത്തൊരു മാറ്റം ഞാൻ കണ്ടു തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഹെയറിൽ എണ്ണ വയ്ക്കുന്നത്, അതായത് ഇപ്പം ഞാൻ സർക്കുലറായിട്ട് ഉള്ളൊരു മോഷനിലാണ് ഇവിടെ ഇങ്ങനെ എണ്ണ വയ്ക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് എണ്ണ എടുത്തിട്ട് കയ്യിലോട്ട് ഒഴിച്ച് ആ എണ്ണ കൈകൊണ്ട് തന്നെ ഞാനിങ്ങനെ റബ്ബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കൈക്കുള്ളിലുള്ള ചൂടുണ്ടല്ലോ, ആ ചൂട് ആ എണ്ണയിലേക്ക് വരും. അതായത് നമ്മൾ എണ്ണ ഡബിൾ ബോയിൽ ചെയ്ത് ഉപയോഗിക്കുന്നതിൻ്റെ സെയിം ഒരു എഫക്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുക. ഇതുകൊണ്ട് സ്കാൽപ്പ് നല്ലോണം സർക്കുലറായിട്ട് മോഷനിൽ ഞാനിവിടെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം വിട്ടുപോയായിരുന്നു, നമ്മുടെ ആ ഒരു മിക്സറിലോട്ടുണ്ടല്ലോ ഇത്തിരി തൈര് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് കാര്യം പറയണതിനിടയ്ക്ക് വിട്ടുപോയി. നമ്മൾ ഓയിലി ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്യുക. ഇനി ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒരു സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യുക കേട്ടോ, ഡ്രൈ ഹെയർ മാറാനായിട്ട്. ഹെഡ് മസാജ് ചെയ്യുന്നതിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടെക്നിക്ക് പറയാം. നമ്മുടെ കൈ രണ്ടും എടുക്കുക, നമ്മുടെ മുടി നല്ലോണം 2 സൈഡിൽ നിന്നും ബാക്കിലോട്ട് പിടിച്ചിങ്ങനെ വലിക്കുക. വലിച്ചിട്ട് അത് റിലീസ് ചെയ്യുക. ഇങ്ങനെ സ്ക്യൂസ് ചെയ്യുക, പിന്നെ റിലീസ് ചെയ്യുക, പിന്നെ ഒന്നുകൂടെ സ്ക്യൂസ് ചെയ്യുക, റിലീസ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് നമ്മുടെ കൈ ഇങ്ങ് താഴത്തോട്ട് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിൽ നല്ലൊരു ഒരു ബ്ലഡ് സർക്കുലേഷൻ്റെ ഒക്കെ ഒരു ഫ്ലോയും കാര്യങ്ങളും ഒക്കെ നമുക്ക് അത് ഫീൽ ചെയ്ത് അറിയാൻ പറ്റും. ഇവിടെ നല്ല ചൂടാട്ടോ. ഇനി ചെയ്യാൻ പോകുന്നൊരു അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നല്ല ചൂട് വെള്ളത്തിൽ മുക്കിയ ഒരു ടവൽ വേണം. ആ ടവൽ ഉപയോഗിച്ച് നമ്മുടെ മുടി സ്കാൽപ്പിനെ സഹിതം, അപ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണേ. എങ്കിൽ ഒരു 2 to 3 months അതിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഹെയർ ഫോൾ നല്ലോണം കുറയും. പിന്നെ എന്താ, പുതിയ മുടികളൊക്കെ വളരാൻ തുടങ്ങും. പിന്നെ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കഴിക്കുന്ന ഫുഡ്, അതായത് നല്ല വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഓരോ ദിവസവും ഓരോ മുട്ട കഴിക്കുക, ഒരു ഏത്തപ്പഴം കഴിക്കുക. ഒരു 1-2 ദിവസം ഇടവിട്ടൊക്കെ ചെറുപയർ അത് പുഴുങ്ങിയോ തോരൻ വെച്ചോ അല്ലെങ്കിൽ ചെറുപയർ മുളപ്പിച്ചിട്ടൊക്കെ കഴിക്കാൻ നോക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നല്ലോണം വെള്ളം കുടിക്കണം. ഒരു ദിവസം ഒരു 2 കുപ്പിയോളം വെള്ളമെങ്കിലും നിങ്ങൾ മാക്സിമം കുടിച്ച് തീർക്കുക. നമ്മൾ എന്തൊക്കെ ഹെയർ കെയർ ചെയ്താലും നമ്മൾ ഇൻറ്റേർണലി നമ്മൾ നല്ല ഫുഡുകളൊന്നും കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു എഫക്റ്റും കിട്ടത്തില്ല. അപ്പോൾ ഈ സ്കാൽപ്പ് കണ്ടോ, അപ്പോൾ എൻ്റെ ഈ സ്കാൽപ്പിൻ്റെ ഇവിടുത്തെ ആ മുടിക്ക് തന്നെ നല്ലൊരു സ്ട്രെങ്ത് കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഹെയർ കെയറും കാര്യങ്ങളും ചെയ്യണം. നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നിട്ട് അയ്യോ എൻ്റെ മുടി വളരുന്നില്ല, എനിക്ക് നിറയെ ഹെയർ ഫാളാണ്, എനിക്ക് ഏതിൻ്റെ സൊല്യൂഷൻ വേണം എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ഇത് ഇപ്പം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 5 മിനിറ്റ് നിങ്ങളുടെ കൈയുടെ നഖമല്ല, നമ്മുടെ ടിപ്പുണ്ടല്ലോ, കൈയുടെ ടിപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഹെഡിൽ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. വേറെ എക്സ്ട്രാ ഓയിലൊന്നും വെക്കേണ്ട. അങ്ങനെയൊക്കെ ചെയ്തൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ മുടിയെ സ്നേഹിക്കാൻ തുടങ്ങുക. അപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കണ്ടു തുടങ്ങും. ഞാനിപ്പോൾ ഈ പഞ്ഞിക്കകത്ത് നമ്മുടെ ആ ഒരു മിക്സർ ഉണ്ടല്ലോ അതിൽ മുക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ മുടിയുടെ സ്കാൽപ്പിലേക്കാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഹെയറിൻ്റെ ഗ്രോത്ത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കാൽപ്പിൽ നിന്നാണ്. പിന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉള്ളവർ ധാരാളം കാണും. അതായത് ഡ്രൈ എല്ലാ ഹെയർ കെയർ ചെയ്യുന്നതിന് മുന്നേ മുടി ആദ്യമേ തന്നെ നല്ലോണം കോംബ് ചെയ്യണം. സ്പ്ലിറ്റൻസ് ഉള്ളവർ മുടിയുടെ അറ്റത്തുനിന്ന് കോംബ് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് മുകളിലോട്ട് കയറ്റി വന്ന് സ്കാൽപ്പ് തൊട്ട് ചീവി തുടങ്ങുക. എന്നിട്ടാണ് ഓയിലിംഗ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് ഹെയർ സ്പായോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ട് വേണം. ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഈ സ്പ്ലിറ്റൻസ് ഉണ്ടല്ലോ അത് മുകളിലോട്ട് കയറി വന്ന് ആ മുടിയുടെ ആരോഗ്യം മൊത്തം നശിച്ച് ആ മുടി വല്ലാണ്ട് പൊട്ടിപ്പോകാനിടയാവും.
അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിൻ്റെ മുടി ദേ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ദേ ബാക്ക് സൈഡിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ചിലർക്ക് നെറ്റിയൊക്കെ കയറുന്നവർ കാണും, അല്ലെങ്കിൽ ഇവിടെ മുടിയുടെ അളവ് കുറവുള്ളവർ കാണും. അവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസാജൊക്കെ ചെയ്ത് കൊടുക്കും. പ്രത്യേകം ആ പോർഷനിൽ കുറച്ച് എക്സ്ട്രാ ടൈം കൂടെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഞാൻ ദേ ഇതുപോലെ ഒരു കോട്ടൺ പഞ്ഞി വെച്ചിട്ട് ഇതുപോലെ ആ പോർഷനിൽ സർക്കുലറായിട്ടൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഇവിടെ കിളിർത്ത് വന്നോളൂ കേട്ടോ. ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. പിന്നെ നമ്മുടെ സ്ട്രെസ്സ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുടി കൊഴിയും. അപ്പോൾ നിങ്ങൾ മുടി കൊഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കില്ല. അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ ഓയിലിൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഓരോരുത്തർക്കും ഓരോ ഹെയർ ഓയിലായിരിക്കും സ്യൂട്ടബിൾ ആവുക. എനിക്ക് സ്യൂട്ടബിൾ ആവുന്ന ഓയിൽ ചിലപ്പോൾ ചിലർക്ക് സ്യൂട്ടബിൾ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ഹെയർ മാസ്കുകളും. നമുക്ക് ചിലതൊക്കെ യൂസ് ചെയ്യുമ്പോൾ തലനീരിറക്കം പോലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പല മാസ്കുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കാണുവാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്തെന്ന് നമുക്ക് തോന്നുന്നത്, നമുക്ക് നല്ലൊരു ചേഞ്ച് തരുന്നത് ഏത് മാസ്ക് ആണോ അല്ലെങ്കിൽ ഏത് ഹെയർ ഓയിലാണോ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മുടിയിലെല്ലാം അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇതൊരു 10-25 മിനിറ്റോളം വെക്കുന്നുണ്ട്. കൂടുതൽ നേരം വെക്കേണ്ട, കാരണം ഇത് വെള്ളം പോലുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ തലയിൽ ഇത് ഇരുന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മുടി ഇത്തിരി നേരം കെട്ടി വെച്ചു. ഒരു ഇത്തിരി ഡ്രൈ ആയപ്പോഴത്തേനും ഞാൻ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുന്നുണ്ട്. കിണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ക്ലോറിൻ വെള്ളം ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ, നമ്മുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അപ്പോൾ അങ്ങനെ വെള്ളം ഉപയോഗിച്ച് നല്ലോണം വാഷ് ചെയ്തെടുക്കുക. ചൂടുവെള്ളം ഉപയോഗിക്കരുത്. ഞാനിവിടെ ഷാമ്പൂ കണ്ടീഷണറും ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, വെറും വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്തെടുക്കുകയോ ചെയ്തേ. പിന്നെ പിറ്റേ ദിവസമായിരിക്കും ഇതിൻ്റെ ശരിക്കും ഉള്ളൊരു എഫക്റ്റ് മുടിയിൽ കണ്ടു തുടങ്ങാം. മുടി കുറച്ചും കൂടെ ഷൈനിങ് ആയിട്ട് സിൽക്കി ആയിട്ട് കാണാം. ഞാൻ എൻ്റെ റിസൾട്ട് പണ്ട് എൻ്റെ മുടി ഓൾറെഡി ഒന്ന് കളർ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്യുവർ ബ്ലാക്ക് ആയിരിക്കില്ല എൻ്റെ മുടി, പക്ഷേ എൻ്റെ മുടിക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. നല്ല കട്ടി വെച്ചിട്ടുണ്ട്, നല്ല ലെങ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപയോഗിച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു മാറ്റം നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.